morning all. ഫൈസൽ ഗുഡ് സർ മോർണിംഗ്. സ്റ്റാർട്ട് കേൾക്കാവോ? ചെയ്തോളൂ ഹലോ, സർ. മോർണിംഗ്. കേൾക്കാം. സ്ക്രീന് എന്റെ കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ, കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ മോർണിംഗ് സർക്കിളിലെ സെഷനിലേക്ക് ആദ്യമായി എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഞാൻ നാട്ടിൽ കോഴിക്കോട് വടകരയിലാണ് സ്ഥലം. ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ബാച്ചിലർ റൂമിലാണ് ഇപ്പോൾ ദുബായിൽ താമസം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ റൂമിൻ്റെ പുറത്ത് ടെറസിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ 4 മണിയായി ദുബായിൽ രാവിലെ. അപ്പോൾ ചെറിയ ചില സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഇൻഷാ അല്ലാ നല്ല രീതിയിൽ എടുക്കാമെന്ന് കരുതുന്നു. ഞാനിത് 4ാമത്തെ പ്രാവശ്യമാണ് മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കുന്നത്. എന്തായാലും അതിരാവിലെ വ്യത്യസ്ത വിഷയങ്ങളുമായി നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ജൈത്രയാത്ര തുടരുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് റൈസ് ആൻഡ് പ്ലാൻ എന്നൊരു വിഷയമാണ്. അതായത് നമ്മൾ ഉണരുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കെല്ലാം തന്നെ നമ്മൾ ഒരുപാട് തവണ പ്ലാനിങ്ങിനെ കുറിച്ചും മറ്റൊക്കെ വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി അനവധി സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് നമ്മൾക്ക് ഈ അതിരാവിലെ കിട്ടണം. അതിലൂടെ ഓരോ ദിവസത്തെയും തുടക്കം മികച്ചതാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക, ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണല്ലേ? അതെല്ലാം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നവരുമാണ്. അപ്പോ പലപ്പോഴും നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്ലാനിങ്ങിലൊക്കെ നടത്താറുണ്ട്. പലപ്പോഴും ആ പ്ലാനിങ് ഒക്കെ നമുക്കെല്ലാം തന്നെ പല സ്ഥലത്ത് വെച്ചും നിന്നു പോകുന്നു, പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ ശീലങ്ങളാക്കി മാറ്റിക്കൊണ്ട്, നമ്മുടെ ശീലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം പടിപടിയായി കൈവരിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഹാബിറ്റായി നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ കൈവരിക്കാം എന്നുള്ള, നമ്മളതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാവും പ്രസിദ്ധമായ പുസ്തകം
അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ജെയിംസ് ക്ലിയറിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ആരംഭിക്കാം. അതായത് ഒരു ഗ്രാമത്തിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, അറ്റോമിക് ഹാബിറ്റ്സ് മിക്കവരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. വായിക്കാൻ തിരക്കുകളും മറ്റുമൊക്കെ ഉള്ളവർക്ക് ഓഡിയോ ബുക്സ് നമ്മുടെ കുക്കു FM എല്ലാവർക്കും അറിയാം അല്ലെ, അതിൽ കേൾക്കാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ബുക്സ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. അപ്പോ കഥ ഇതാണ്. ഒരു ഗ്രാമത്തിൽ വലിയൊരു വരൾച്ച വരികയാണ്. വെള്ളത്തിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, വെള്ളം കിട്ടാനില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഗ്രാമവാസികളെല്ലാം തന്നെ അവിടെ ഒത്തുകൂടി. എന്നിട്ട് പറഞ്ഞു, ഇനിയും നമ്മൾക്ക് മഴ കിട്ടാതെ, വെള്ളം കിട്ടാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും, നമ്മുടെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാണ്. നമുക്ക് മഴ കിട്ടിയേ മതിയാവൂ, നമുക്ക് വെള്ളം കിട്ടിയേ മതിയാവൂ. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ കൂട്ടമായി ഇരുന്നു കൊണ്ട്, ഒന്ന് ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട്, കൂട്ടമായി ഒരുമിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം മഴയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പോ അവിടേക്ക് എല്ലാവരും ആ ഒരു പറഞ്ഞ സ്ഥലത്തേക്ക് ഒരുമിച്ച് വന്നു. അപ്പോ അതില് ഒരു കുട്ടി മാത്രം വന്നത് ഒരു കുടയുമായിട്ടാണ്. അപ്പോ അതിലൊരാള് ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ എന്തിനാ ഇപ്പൊ ഈ ഒരു സമയത്ത് കുടയുമായി വന്നത്? അപ്പൊ ആ കുട്ടി ചോദിച്ചു, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയിട്ടല്ലേ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ മഴ പെയ്യില്ലേ, മഴ പെയ്താൽ നമ്മളാകെ നനയില്ലേ. അപ്പോ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ. അങ്ങനെ ചെറിയൊരു ഇന്ററാക്ഷനും വേണല്ലോ. ഹലോ, നമ്മൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ്? വിശ്വാസം ഉണ്ടായിരുന്നു, ട്രസ്റ്റ്. അല്ല, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമുക്കത് വിശ്വാസമല്ല കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ടായിരിക്കണം, നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം അത് നടക്കും. അപ്പൊ ആ ഒരു കുട്ടിയില് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അത് കറക്റ്റാണ്. ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു, ട്രസ്റ്റ് ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വളരെ കറക്റ്റാണ്. നമ്മുടെ പ്ലാനിങ്ങും നമ്മൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. നമ്മൾ ആ ഒരു ട്രസ്റ്റോടു കൂടി മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. അപ്പോ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മളൊരു ബേണിംഗ് ഡിസയറിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്കത് കൈവരിക്കാൻ
അത്രയ്ക്ക് ഊർജം നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന കുറച്ച് പോയിന്റ് നമുക്ക് ചർച്ച ചെയ്യാം. ജെയിംസ് ക്ലിയറിന്റെ your habits, you can change your habits. Habits can change you. You have the power to change your habits. Habits have changed to power you. നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റിമറിക്കാം. ശീലങ്ങൾ നമ്മളെ തന്നെ മാറ്റിമറിക്കും. ആ ഒരു കോട്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ തുടക്കം നമ്മൾ വളരെ ചെറുതായിട്ട് തുടങ്ങുക. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും, പക്ഷെ അത് പലപ്പോഴും നമ്മൾ മാറ്റിവെച്ച് അങ്ങനെ മാറ്റിവെക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾക്കുണ്ടാകും. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക. നമ്മളൊരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇത് ഒരു പേജ്, ഒരു പാരഗ്രാഫ് വായിക്കുക. ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ ഒരു ബുക്ക് തന്നെ എഴുതാൻ കഴിയും. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ 1% മാറ്റം നമ്മൾക്ക് ഓരോ ദിവസവും ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ വർഷാവസാനം അത് 37.8 37% ചേഞ്ച് നമ്മൾ ഉണ്ടാക്കും. അതേപോലെ നമ്മൾ 1% താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ലെവൽ അത് 0യിലേക്ക് എത്തിക്കും. അപ്പോ ഓരോ ചെറിയ കാര്യത്തിനും അത് നമ്മൾ ഉണ്ടാക്കുന്ന ലോങ് ടേമിലേക്ക് പോകുമ്പോൾ നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മൾ വളരെ ചെറുതായിട്ട് തുടങ്ങുക, പതിയെ നമുക്കത് വർദ്ധിപ്പിച്ചുകൊണ്ട് ലോങ് ടേമിലേക്ക് അതിന് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. സ്മോൾ ഹാബിറ്റ്സ് ഡോണ്ട് ആഡ് അപ്പ്, ദേ കോമ്പൗണ്ട് എന്നുള്ളതാണ് ജെയിംസ് ക്ലിയറിന്റെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാചകം. അടുത്തതായിട്ട് മേക്ക് ഇറ്റ് ക്ലിയർ എന്നുള്ള പോയിന്റ് ആണ്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ക്ലിയർ ആയിട്ട് നിർവചിക്കുക. എന്തിന്, എങ്ങനെ, എപ്പോൾ. നമ്മളൊരു ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എത്ര സമയപരിധിക്കുള്ളിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും, അതിനായുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോഴാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ബേണിംഗ് ഡിസയറിലേക്ക് മാറുകയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി തെളിയുകയും ചെയ്യുന്നത്, അത് ക്ലിയർ ആവുന്നത്. കൂടാതെ അതോടനുബന്ധിച്ചുള്ള നമുക്കതിനു വേണ്ടിയുള്ള ചുറ്റുപാടുകൾ അതിനു വേണ്ടി ഒരുക്കാൻ കഴിയുക നമ്മൾ ക്ലിയർ ആവുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യവുമായിട്ട്. മൂന്നാമതായിട്ട് പറയുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അത് കുറെ കൂടി എങ്ങനെ അട്രാക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ നമ്മൾക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് നമ്മൾ. എന്നാൽ നമ്മൾ ആ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ
മ്യൂസിക് കൂടി കേട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ വേണ്ടി, അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ കൂടി അതോട് ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതായത് ഹാബിറ്റ്സ് ആർ ഈസിയർ വെൻ ദേ എൻജോയബിൾ, അല്ലേ? ഇപ്പൊ നമ്മള് അതിരാവിലെ തന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സജന മാം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പാഷൻ ആണ് അവർക്ക്. അപ്പൊ അതൊരു സന്തോഷമാണ്. നമ്മൾ സന്തോഷത്തോടെ ഏത് കാര്യം ചെയ്യുമ്പോൾ അത് പ്രത്യേക എനർജി ആയിരിക്കും നമുക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുക. അടുത്ത പോയിന്റ് മേക്ക് ഇറ്റ് ഈസി എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ഈസി ആക്കി മാറ്റുക. അതായത് ഞാൻ ഇന്ന് രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു. അപ്പൊ ഇനി ഞാൻ തലേ ദിവസം തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പുറത്ത് ഓടാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഷൂ എല്ലാം ഞാൻ നേരത്തെ എടുത്തു വെക്കുക. എനിക്ക് ധരിക്കാനുള്ള ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെക്കുക. അങ്ങനെ ഓരോ കാര്യവും നമുക്ക് അതിനെ കുറെ കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. അടുത്തതായിട്ട് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്വയം സംതൃപ്തി അടയുക. നമ്മുടെ ഓരോ നേട്ടങ്ങളും നമ്മൾ അതിനെ റിവാർഡ് ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് പ്ലാനിങ്, നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാം തന്നെ ചെക്ക് ലിസ്റ്റുകളും ടു ഡു ലിസ്റ്റുകളും നോട്ട് ടു ഡു ലിസ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും, തയ്യാറാക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോ അത് നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ട് തുടങ്ങിക്കൊണ്ട് അത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത്, ഇന്ന് ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോ അത് നമ്മളെ തന്നെ ഒന്ന് റിവാർഡ് ചെയ്യുക. അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇന്ന് ഞാൻ ഒരു നല്ലൊരു ജ്യൂസ് കുടിച്ചേക്കാം, ഇത്രയും കാര്യങ്ങളെ ഞാനിപ്പോ ചെയ്ത് തീർത്തില്ലേ രാവിലെ തന്നെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ റിവാർഡ് ചെയ്യുക. അടുത്തതായിട്ട് ഫോക്കസ് ഓൺ ഐഡന്റിറ്റി നോട്ട് ഔട്ട്കംസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു പുസ്തകം എഴുതി തീർത്ത് ആ പുസ്തകം ഒരുപാട് പേർക്ക് ഒരു വിൽക്കുന്ന ബെസ്റ്റ് സെല്ലറായി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് പകരം ഞാനൊരു എഴുത്തുകാരനായി മാറും, അല്ലെങ്കിൽ ഞാൻ നന്നായി പാട്ടുപാടുന്ന ഒരു സിംഗറായി മാറും എന്നൊക്കെയുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിന്റെ ഔട്ട്കത്തിലേക്കല്ല, നമ്മൾ ഐഡന്റിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ആ രീതിയിൽ കാണുക. അടുത്തതായിട്ട് അതിൽ തന്നെ പറയുന്ന ഒരു കോട്സ്, എവറി ആക്ഷൻ ഈസ് എ വോട്ട് ഫോർ ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വിഷ് ടു ബിക്കം. നമ്മളാകാൻ ശ്രമിക്കുന്ന വ്യക്തിയിലേക്കുള്ള വോട്ടുകളാണ് ഓരോ ആക്ഷനും എന്നുള്ളതാണ്. ജെയിംസ് ക്ലിയറിന്റെ തന്നെ വാചകങ്ങളാണ്. അടുത്തതായിട്ട് യൂസ് ഹാബിറ്റ് ലിങ്കിങ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ശീലവുമായിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ശീലത്തെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ
മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ മ്യൂസിക്കിന്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ശീലങ്ങൾ ഉണ്ടാവും. പുതിയ ശീലങ്ങൾ നമുക്ക് നമ്മുടെ പഴയ ശീലങ്ങളായിട്ടുള്ള ആ ശീലങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളത് നോക്കിക്കാണുക. അടുത്തതായിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ പ്രോഗ്രസ് നമ്മൾ മെഷർ ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഓ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർത്തല്ലോ, പതിയെയാണ് ഞാൻ തുടങ്ങിയതെങ്കിലും ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത്. ഹലോ, കേൾക്കാലോ അല്ലെ? ഞാൻ പറയുന്നത് എങ്ങനെ പറഞ്ഞു പോവുകയാണ്. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക, മെഷർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അത് ഇപ്പൊ നമ്മൾ 101ാമത്തെ ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ് അല്ലെ, മോർണിംഗ് സർക്കിളിൽ. അപ്പൊ അതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വലിയ ഊർജമാണ് നൽകുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുമായി മുന്നോട്ട് പോയി 101 ക്ലാസ് 102 ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോൾ അപ്പൊ അത് നമ്മൾ വിചാരിച്ചതിൻ്റെയൊക്കെ അപ്പുറത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. കാരണം എന്താണ്, നമ്മളത് ഓരോന്നും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഇതിന്റെ മെഷറബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെറുതായി തുടങ്ങിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ്. നമുക്ക് ചെറിയ തുടക്കവും നമ്മൾ അറിയാത്ത രീതിയിൽ അതിന്റെ കോമ്പൗണ്ട് എഫക്റ്റ് വന്നുകൊണ്ട് നമ്മളെ തന്നെ മാറ്റുന്ന രൂപത്തിലേക്ക് അത് മാറും. അപ്പോൾ അടുത്തതായിട്ട് ഡിസൈൻ യുവർ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടും നമ്മളെ മാറ്റിമറിക്കുന്നതിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ലേ? ഏതെല്ലാം തരത്തിൽ നമ്മളെ ചുറ്റുപാടുകൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് പറയാവോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ചന്ദ്രൻ ചെറിയ ചന്ദ്രൻ മണക്കും എന്ന് പറയുന്ന പോലെ ആണോ? നമ്മള് ആരെ കൂടെ കൂടുന്നു അവരെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കും. എക്സാക്ട്ലി. അതെ, നമ്മുടെ സ്വഭാവ രൂപീകരണം, നമ്മുടെ വ്യക്തിത്വം, ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടും ഇതിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ വിലയിരുത്താൻ പലർക്കും സാധിക്കും. നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നനുസരിച്ച് നമ്മൾ ചിലപ്പോ പല സ്ഥലത്തും എത്തിപ്പെടുന്നതിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സഹായിച്ചേക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജനിച്ചത്. ചിലരെ ജനിക്കുമ്പോൾ തന്നെ വലിയ പണക്കാരായിട്ടാണ് ജനിച്ചിട്ടുള്ളത്, ചിലർ പാവപ്പെട്ടവരായിരിക്കും. അപ്പോ പക്ഷെ നമുക്കെല്ലാം തന്നെ ഒരു കാര്യമുണ്ട്, എന്ത്? സമയം. അമേരിക്കൻ പ്രസിഡന്റിനും നമ്മൾക്കും ഏതൊരു വിജയിച്ച വ്യക്തിത്വത്തിനും എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് 24 hours-നാണ്. ആ 24 hours നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ജീവിത വിജയം. അപ്പോ പറഞ്ഞു വന്നത്, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ചുറ്റുപാടുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവണം. എൻ്റെ ലക്ഷ്യം, ഞാൻ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ ഞാൻ ലക്ഷ്യം കൈവരിക്കാൻ വളരെ ബുദ്ധിമുട്ടും സാധ്യതയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ഒരു ചുറ്റുപാടുകളെ മാറ്റിമറിക്കേണ്ടത് നമ്മൾ തന്നെയാണത് മാറ്റിമറിക്കേണ്ടത്.
നമ്മളല്ലേ നമ്മളെ മാറ്റിമറിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് കരുതിയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു പോയിന്റ് ബി കൺസിസ്റ്റന്റ് എന്നുള്ളതാണ്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അത് നമുക്ക് പലതും പ്ലാൻ ചെയ്യാൻ കഴിയും. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നമ്മളത് വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് ഇല്ലാതാവണമെങ്കിൽ നമ്മളത് ചെറുതാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തുടരുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു ചെടി നട്ടാൽ അതിനെ ദിവസവും വെള്ളമൊഴിച്ചാണ് അത് മരമായി മാറുന്നത്, അല്ലേ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു മരമായി മാറില്ലല്ലോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശീലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ചെറുതാണെങ്കിലും, നമ്മൾ കേട്ടിട്ടില്ലേ 2 minutes എഫക്റ്റ് ഒക്കെ? പല കാര്യത്തിലും നമ്മൾ വിചാരിക്കും ആ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇന്ന് ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. അപ്പോ നമ്മൾ ഇതിനെ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കി നിർത്താൻ പഠിക്കുക. നമുക്ക് ചെയ്യേണ്ട ലക്ഷ്യങ്ങളെ ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾ അത് ചെയ്തുകൊണ്ട് അതിനെ ഒരു കൃത്യമായ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ലക്ഷ്യവും കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നേറാൻ ശ്രമിക്കുക. നമ്മുടെ സമയം എത്രയായി? ഇപ്പോ ഏതാണ്ടായോ? ആയില്ലേ? കണ്ടിന്യൂ, കുഴപ്പമില്ല സർ, പറഞ്ഞോളൂ. ഓക്കെ, ലേക്കോട്ടിലേക്ക് പോയപ്പോ എന്റെ സ്ക്രീൻ പോയി. ഓക്കെ, അപ്പോ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണം, അത് വളരെ നമ്മുടെ ശീലങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മളെ ലക്ഷ്യങ്ങളെ നമ്മളെ ശീലങ്ങളാക്കി മാറ്റിക്കൊണ്ട് അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളെല്ലാം വിജയിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങള് നമുക്കെല്ലാം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി നമ്മൾ മുന്നേറേണ്ടതുണ്ട്, വിജയിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. നമ്മൾ ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മള് കുറെ തവളകള് ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോ അവരെല്ലാം തന്നെ കുറെ തവളകളെല്ലാം തന്നെ പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണു. അപ്പോ ആ കുഴിയിൽ അകപ്പെട്ട തവളകളെല്ലാം തന്നെ വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരിക്കലും ഈ കുഴിയിൽ നിന്ന് കയറാൻ കഴിയില്ല, ഇത് വലിയൊരു കുഴിയാണ്, ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് മരിക്കേ നിവൃത്തിയുള്ളൂ. അപ്പോ ഒരു തവണ എല്ലാവരും കുഴിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. മുകളില് വേറൊരു തവള ഉണ്ടായിരുന്നു. അപ്പോ കുഴി കിടക്കുന്ന തവളകളൊന്നും തന്നെ കയറാൻ വേണ്ടിയിട്ട്, കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചില്ല. കാരണം കുഴി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതില് മേലേന്ന് ആ ഒരു വീഴാതിരുന്ന തവള ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല, വലിയ കുഴിയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതില് ഒരു തവള മാത്രം മുകളിലേക്ക് കയറാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട്
ശ്രമിച്ച് അവസാനം ആ തവള മാത്രം മുകളിലേക്ക് കയറി. അപ്പൊ അതിന്റെ കാരണം അന്വേഷിക്കുമ്പോ മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് വലിയൊരു കുഴിയാണ് പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ആ പുറത്ത് കടന്ന തവള, ആ തവളയ്ക്ക് ഒന്നും കേൾക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ അത് ഈ വിളിച്ചു പറയുന്നതൊക്കെ ആക്ഷൻ കാണിക്കുമ്പോ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ ഞാനിതിവിടെ പറഞ്ഞത്, നമ്മളെ തിരിച്ചറിയുക, നമ്മൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരെ നമ്മൾ മാറ്റി നിർത്തുക, എന്നിട്ട് നമ്മൾ മുന്നേറുക. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാദമിക്കും ഫൈസൽ സാറിനും ഇതിന്റെ പിന്നിൽ എല്ലാവർക്കും എനർജി പകർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സജന മാമിനും ഇന്നിവിടെ ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നമ്മളെല്ലാം തന്നെ ട്രെയിനർ എന്നുള്ള സ്വപ്നവുമായി മുന്നോട്ട് പോകുന്നവരുമാണ്. നമുക്ക് കിട്ടുന്ന ഓരോ ഫീഡ്ബാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. നമുക്ക് നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറിന്റെ ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് സാറ് ക്ലാസ് എടുത്തത്. അപ്പോ സാറിന്റെ ശൈലി വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പറഞ്ഞ രീതിയും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. പുലർച്ചെ 4 മണിക്ക് അതും ടെറസിലിരുന്ന് ക്ലാസ് എടുത്തു എന്ന് പറയുമ്പോൾ താങ്ക്സ്. അത് പാഷൻ തന്നെയാണ്. അതിനൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സർ നമുക്ക് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് ആ സാറിന്റെ ആ ടെറസിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. വെരി നൈസ്ഫുൾ ആയിട്ട് ക്ലാസ് ആയിരുന്നു. അത്രയും ഈ ഒരു സമയത്ത് സാറ് വന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാറുമ്പോൾ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഇറ്റ്സ് വാല്യുബിൾ. താങ്ക് യു സർ. നമുക്ക് എല്ലാവർക്കും പല സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്താറില്ല. അതെ ഒരു ഉദാഹരണം നമുക്ക് ആ ഒരു തന്നെയാണ് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. നേരത്തെ പറഞ്ഞ പോലെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്.